എന്ത് നടപടി ഈ കുറ്റക്കാർക്കെതിരെ വേണമെന്നാണ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കേസെടുക്കുന്നുണ്ട്? ആ കേസുകളൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവരുടെ ആണ് എന്ന് നമുക്കറിയില്ല. കാരണം ഇത് അങ്ങനെയുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ശ്രീമതി പാർവതി തെരുവോത്ത് പറഞ്ഞതുപോലെ ഒരിക്കൽ രഹസ്യമൊഴി കൊടുത്ത പെൺകുട്ടികളെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വീണ്ടും വിളിച്ചു വരുത്തുന്നത്? അവരൊരിക്കൽ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അവർ രഹസ്യമൊഴി കൊടുത്തവരാണ്. പക്ഷേ വീണ്ടും മൊഴിയെടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവരെ ആരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവരല്ല എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും അതിൽ പരാമർശിക്കപ്പെട്ടവരെക്കെതിരെയാണ് നടപടി നാം ആവശ്യപ്പെടുന്നത്. ഇത് സംസ്ഥാന സർക്കാർ എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം 5 വർഷം കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് നാം മനസ്സിലാക്കുന്നത് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ അട്രാക്റ്റ് ചെയ്യുന്ന അതിഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഇതിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിലൊന്നും ഒരു നടപടി ഇതേവരെ കാണുന്നില്ല. ഇതല്ലാതെ ഉള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടപടി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അടയിരിക്കാനുള്ളതല്ല. അതിന്മേൽ വെച്ച് വിലപേശുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് BJP ഇപ്പോൾ പ്രതികരിക്കുന്നത്. തീർച്ചയായും. കാരണം ഇതിൽ ആരാണ് പരാമർശിക്കപ്പെട്ട പേരുകളെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരുടെയും ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ഏത് സർക്കാരാണ് അവകാശമുള്ളത്? എന്തിനാണ് സർക്കാർ ആ പേരുകൾ മറച്ചു വെക്കുന്നത്? തീർച്ചയാണ് ഇരയാക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ ആ പീഡനത്തിന് ഇരയായി ചൂഷണത്തിന് ഇരയായവരുടെ വിവരങ്ങൾ മറച്ചു വെക്കാം. പക്ഷേ പീഡിപ്പിച്ചവരുടെ പേരുകൾ എന്തിനാണ് മറയ്ക്കുന്നത്? അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി ഉണ്ടെന്നല്ലേ നാം അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പീഡിപ്പിക്കപ്പെട്ടവരുടെ പേരുകൾ പുറത്തുവിടണം. അതിലെന്താണ് പിണറായി വിജയൻ സർക്കാരിന് തടസ്സം? അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയമായ ബാർഗെയിനിങ് സംശയിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനപ്പുറം ഇപ്പോൾ ചില നടിമാരുടേതായ ചില, അതായത് സിനിമയിൽ ചൂഷണം ഇരയാക്കപ്പെട്ടു, അത് ഇപ്പോൾ നടൻ മുകേഷിനടക്കം ആ കേസ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും അത് സർക്കാർ ഗത്യന്തരമില്ലാതെ നടപടിയെടുത്തതാണല്ലോ. ഇപ്പോൾ ശ്രീ മുകേഷിൻ്റെ കാര്യത്തിൽ ശ്രീ മുകേഷിനെതിരെ കേസെടുക്കണമെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ ആവശ്യം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാർ, ആദ്യ ഭാര്യയായ ശ്രീമതി സരിതയുടെ വെളിപ്പെടുത്തൽ തന്നെ മുകേഷിനെ ആജീവനാന്തം തടവിലിടാൻ പറ്റിയ വകുപ്പുകൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വെളിപ്പെടുത്തലാണ് ശ്രീമതി സരിത നടത്തിയത്. എത്ര വർഷമായി? അതിനുശേഷം ഇപ്പോൾ മുകേഷിനെതിരെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ആരോപിച്ചു വന്ന ഒരു പെൺകുട്ടി, അതും 5 വർഷം മുമ്പ് നമ്മൾ ട്വിറ്ററിൽ കൂടിയും അന്ന് ആ മീ ടു ക്യാമ്പയിൻ നടന്നപ്പോഴും മുകേഷിനെതിരെ വെളിപ്പെടുത്തലുണ്ടായിരുന്നല്ലോ. സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം നോക്കി, മുഖം നോക്കി സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാരെ സംരക്ഷിക്കുക എന്ന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ കേസെടുത്തു. പക്ഷേ എന്താണ്, LDF പൂർണ്ണമായും ചേർന്ന് മുകേഷിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് നമുക്ക് ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന കഥകളല്ല വേണ്ടത്. കൃത്യമായിട്ടുള്ള പീഡകർ അല്ലെങ്കിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. അതാണ് BJP ആവശ്യം. ഈ മുകേഷിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പരാതി ഈ BJPക്ക് ക്ലിയർ ആണ് നിലപാട്. പക്ഷേ എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇക്കാര്യം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല? അല്ല, അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു നിലപാടില്ല. സംസ്ഥാന അധ്യക്ഷൻ എന്താണോ പറഞ്ഞത് അതാണ് BJPയുടെ നിലപാട്. അപ്പോൾ ശ്രീമാൻ സുരേഷ് ഗോപി പറഞ്ഞതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ, അദ്ദേഹം സിനിമ നടൻ അല്ലെങ്കിൽ ചലച്ചിത്ര താരം എന്ന നിലയിലായിരിക്കും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ടാകുക. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ്, അത് കൃത്യമാണ്. തിരുത്തുമോ സുരേഷ് ഗോപിയെ? അല്ല, സുരേഷ് ഗോപിയെ തിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടി അധ്യക്ഷൻ നിലപാട് പറഞ്ഞാൽ അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് മന്ത്രിയായാലും ആരായാലും പാർട്ടി അധ്യക്ഷനാണ് പാർട്ടി നിലപാട് പറയുക.